Namaste, this is Shamin Balchandran Nair. Welcome to Transaga.in. So we are continuing the travel for a vlog, The Mystic Heights. Right now we are at Calcutta University in the folklore department. Here with me I have Adarsh and Vijisha. She will tell more about her. നമസ്കാരം, ഞാൻ വിജിഷ. ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ സ്കൂൾ ഓഫ് ഫോക്ലോർ സ്റ്റഡീസിൽ ഗവേഷണം ചെയ്യുന്ന വിദ്യാർത്ഥിയാണ്. എൻ്റെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് നാടൻ കലകളിൽ, അതായത് അതിൽ ഞാൻ സ്പെഷ്യലൈസ് ചെയ്ത് പൊട്ടൻ തെയ്യത്തിൽ അമാനുഷികത ഉണ്ടാക്കാൻ വേണ്ടി എങ്ങനെ നാടൻ സയൻസിനെയും നമ്മുടെ ഇന്നത്തെ അക്സെപ്റ്റഡ് സയൻസിനെയും ഏത് രീതിയിൽ ഉപയോഗിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള ഒരു അന്വേഷണമാണ്. പ്രധാനമായിട്ടൊരു ശാസ്ത്രീയപരമായ പഠനം എന്ന് വേണമെങ്കിൽ അതിന് ഒരു ശാസ്ത്രീയമായ രീതിയിലാണെന്ന് പറയാൻ പറ്റില്ല. അതായത് ഈ ഒരു അനുഷ്ഠാന കലയായ തെയ്യം നമ്മൾ വേദിയിൽ അവതരിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കാവൽ അവതരിപ്പിക്കുമ്പോൾ കാണുന്നത് വെറൊരു കളർഫുള്ളായ പെർഫോമൻസ് എന്നുള്ള രീതിയിൽ മാത്രമാണ്. പക്ഷേ അതിൻ്റെ പിന്നിൽ ഒരുപാട് ശാസ്ത്രങ്ങളുടെ പിൻബലമുണ്ട്. അങ്ങനെ പല അവസരങ്ങളും എൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ അക്കാദമിഷ്യന്മാരുടെ മുന്നിൽ ഇതിൻ്റെ പിന്നിൽ ശാസ്ത്രമുണ്ടെന്ന് പറയുമ്പോൾ തന്നെ അവർ പോലും ഇതിനെ അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല. അവർ പറയുന്നത് ഇത് ശാസ്ത്രമല്ല, ഇത് അവരുടെ ഒരു നോളജ് മാത്രമാണ്. തിയറിയുടെ പിൻബലം ഇല്ലാത്തത് കൊണ്ടാണ് അത് പരീക്ഷണശാലകളിൽ. അത് എനിക്ക് തോന്നുന്നത് രണ്ട് ഘടകങ്ങൾ അതിനകത്ത്. ഒന്ന്, ഈ പറഞ്ഞൊരു കീഴാള പരിവേഷം നമുക്ക് തെയ്യം പോലൊരു കലയ്ക്കുള്ളത് കൊണ്ടും അത്തരം ഒരു അംഗീകരിക്കാനുള്ള വൈമുഖ്യ സമൂഹത്തിനുണ്ടോ എന്നുള്ളത് അത് നമുക്കത്ര തുറന്നു പറയാൻ പ്രയാസമുള്ള ഒരു കാര്യമാണ്. അത് ഒരുപാട് കോൺട്രവേഴ്സിക്ക് ഇടയാവുകയാണ്. ശരി, അതല്ല ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു ശാസ്ത്രത്തിനെ ശാസ്ത്രമായി കാണുകയിൽ അതിന് ഒരുപാട് പ്രോസസ്സ് ഉണ്ട്. അത് പരീക്ഷണശാല ലബോറട്ടറിയിൽ അത് പരീക്ഷിച്ച് കണ്ടെത്തിയിട്ട് മാത്രമേ ശാസ്ത്രജ്ഞന്മാർ ശാസ്ത്രമായി പരിഗണിക്കൂ. പക്ഷെ ഈ ഇത്തരത്തിലുള്ള നോളജുകൾ എത്രയോ വർഷം മുമ്പ് തന്നെ ഈ ഒരു കൂട്ടായ്മ അല്ല, അതിപ്പോൾ തെയ്യത്തിൽ മാത്രമല്ല, എനിക്ക് തോന്നുന്നു നമ്മുടെ ഭാരതീയമായ പാരമ്പര്യമായ അറിവുകളിലെല്ലാം തന്നെ ഒരു ശാസ്ത്രമുണ്ട്. അപ്പോൾ ഏതുതരം ശാസ്ത്രങ്ങളാണ് ഇതിനകത്ത് ബന്ധപ്പെട്ട് വരികയും അതിൻ്റെ ഒരു എങ്ങനെയാണ് അതിൻ്റെ ഒരു പശ്ചാത്തലം? ഞാൻ എൻ്റെ റിസർച്ചിന് വേണ്ടി സെലക്ട് ചെയ്തത് പൊട്ടൻ തെയ്യമാണ്. പൊട്ടൻ തെയ്യത്തിൽ കൂടുതലായിട്ട് കാണുന്ന അമാനുഷികത ഉണ്ടാക്കാൻ വേണ്ടി പെർഫോമർ തീയിലേക്ക് വീഴുകയും ഓടുകയും അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. മേക്കപ്പിലായാലും പിന്നെ മെഡിസിനൽ വാല്യൂസ് ഉള്ള ഫ്ലവേഴ്സ്, ലീവ്സ്, അങ്ങനത്തെ ആ കാര്യങ്ങളൊക്കെയാണ് അവർ കൂടുതൽ. എനിക്ക് ഒരു പരിധിവരെ ഈ തെയ്യത്തിനൊരു വസൂരി പോലെയൊക്കെയുള്ള ഒരു കാലത്ത് ഒരു ചികിത്സാ പദ്ധതി കൂടെയായിട്ട് അത് വരുന്ന രീതി. അതിന് വേറൊരു തെയ്യമുണ്ട്, വടക്കേ മലബാറിൽ മറ്റൊരു തെയ്യമുണ്ട്, വസൂരി മാലയാണെന്ന് എനിക്ക് സംശയമുണ്ട്. അതായത് അതിൻ്റെ മിത്ത് എന്ന് പറയുന്നത് ഈ വസൂരി ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നേർച്ച പോലെ അനുഷ്ഠാനമായിട്ട് ചെയ്യുന്നൊരു തെയ്യമുണ്ടായിരുന്നു. അതിൻ്റെ പിന്നിലുള്ള ശാസ്ത്രം എന്ന് പറയുന്നത് ഈ തെയ്യം പെർഫോം ചെയ്യുമ്പോൾ മേലേരി, ഈ എന്താ പറയുക, ഒരു തെങ്ങിൻ്റെ ഉയരത്തിലൊക്കെ മെഡിസിനൽ വാല്യൂസുള്ള ചില മരങ്ങൾ ഉപയോഗിച്ചിട്ടാണ് മേലേരി എന്ന് പറയുന്നത്. തെയ്യം കളിക്കുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് നമ്മൾ കനലുണ്ടല്ലോ, അതാണ് മേലേരി എന്ന് പറയുന്നത്. ആ മേലേരിയിൽ ഉപയോഗിക്കുന്ന മരങ്ങൾ ഈ പർട്ടിക്കുലർ തെയ്യത്തിന് മെഡിസിൻ വാല്യൂ കൂടുതലാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഈ ഒരു വസൂരി എന്നുള്ള അസുഖം വന്നു കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള പ്രദേശത്തുള്ള ആൾക്കാർ ഇത് ഞങ്ങളുടെ പ്രദേശത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വസൂരി മാലയാണെന്ന് തോന്നുന്നെങ്കിൽ വ്യക്തമല്ല, ആ ഒരു തെയ്യം കഴിക്കും. അപ്പോൾ വിശ്വാസത്തിന്റെ പിന്നിലൂടെ ഒരുപാട് ശാസ്ത്രങ്ങൾ കൈമാറ്റം ചെയ്യുന്നു. പക്ഷെ വിശ്വാസത്തിന്റെ പിന്നിലെ ശാസ്ത്രങ്ങൾ ഒരിക്കലും ശാസ്ത്രമായിട്ട് അംഗീകരിക്കുക. ഒരു അസ്ട്രോളജിയുടെയും ഒക്കെ ഒരുപാട് കണക്ഷൻസ് ഇതിനകത്ത്, അസ്ട്രോളജി ഉണ്ട്, അസ്ട്രോണമിയും ഒക്കെ വരുന്നുണ്ട്. അതുപോലെ നമ്മുടെ എക്കോളജി വളരെ എക്കോളജിക്കലായിട്ട് തെയ്യങ്ങൾ മുഴുവൻ നമ്മുടെ പ്രകൃതിയുമായിട്ട് വളരെയധികം ബന്ധപ്പെടുകയും പിന്നെ പ്രകൃതിയുമായിട്ടൊരു ഇൻട്രാക്ഷൻ അതിനകത്ത് രൂപപ്പെട്ട് വരികയൊക്കെ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പൊട്ടൻ തെയ്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ നമുക്ക് ഇതിനെ ഒന്ന് അപഗ്രഥിക്കുകയാണെങ്കിൽ പൊട്ടൻ തെയ്യത്തിൻ്റെ ഒരു സാമൂഹ്യമായ പ്രസക്തി അല്ലെങ്കിൽ അത് ചർച്ച ചെയ്യുന്ന എൻ്റെ റിസർച്ചിലുടനീളം എനിക്ക് ഫീൽഡ് വർക്കുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ഇതിൽ ബേസിക്കലി പൊട്ടൻ തെയ്യത്തിന് രണ്ട് തരത്തിലുള്ള മിത്താണ് പറയുന്നത്. ഇത് ലോവർ മിത്തിലെ കഥാപാത്രങ്ങളൊക്കെ തന്നെ പുലമാരുതൻ, പുലച്ചാമന്തി, പുലപ്പൊട്ടൻ, ഈ മൂന്ന് കഥാപാത്രങ്ങളാണ്. ഇതിനെ തന്നെ ഹൈന്ദവവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടാണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇത് ഈ മൂന്ന് കഥാപാത്രങ്ങളെ ശിവൻ, നന്ദികേശൻ, പാർവതി അങ്ങനെയായിട്ട് ചിത്രീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ മലയാള കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ പോലും ഈ പുലച്ചാമന്തി അതിനെയൊക്കെ ഒഴിവാക്കി അവരും പറയുന്നത് ഈ ആർക്കാസ്റ്റിനൊപ്പം എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രപ്പാടായിരിക്കും. അവരും പറയുന്നത്
ഇതിന്റെ മിത്ത് ഹാർമിത്തിന് മാത്രമേ അവരും ഊന്നൽ കൊടുക്കുന്നുള്ളൂ. ഒരു കാലഘട്ടത്തിലൊരു കോൺട്രഡിക്ഷൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് സംസ്കൃത മന്ത്രങ്ങൾ എങ്ങനെയാണ് ഈ ഒരു കീഴാള പരിവേഷത്തിലേക്ക് കടന്നു വന്നു? സംശയത്തിനിടയുള്ള കാര്യമായിരുന്നു ഇത്. സംസ്കൃത മന്ത്രങ്ങൾ എങ്ങനെ ഈ കീഴാള കമ്മ്യൂണിറ്റി ഇവരുടെ ഇടയിൽ സംസ്കൃതം എത്തിപ്പെട്ടു എന്നുള്ള കാര്യം അതിലെനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഈ പൊട്ടന്തെയ്യത്തിന്റെ തോറ്റംപാട്ടിൽ പറയുന്നത് പൂർണ്ണമായും സംസ്കൃതം നമ്മൾ എന്താ പറയാ ഒറിജിനൽ സംസ്കൃതം ആണെന്ന് പറയാൻ ഒത്തിരി പ്രയാസമാണ്. കാരണം സംസ്കൃതത്തിനോട് സാമ്യം തോന്നിക്കുന്ന രീതിയിലുള്ള സംസ്കൃതം മാത്രമാണ്, പ്യൂർ സംസ്കൃതം അല്ല അത്. ഒരുപക്ഷെ ഇവര് കണ്ടും ഇവര് കേട്ടറിവുകളും ഈ ആർക്കാസ്റ്റിന്റെ വീട്ടില് എന്താ പറയാ അടിമപ്പണി ചെയ്യുന്ന അവസരങ്ങളിലൊക്കെ കേട്ട് മനസ്സിലാക്കിയ ഒരു സംസ്കൃതമായിരുന്നു. ഒരു തെയ്യം പെർഫോമൻസ് പൂർണ്ണമായിട്ട് കണ്ടിട്ടില്ലാത്തതുകൊണ്ട് ഒരു സ്വാഭാവികമായ സംശയമാണ്. ഇതിൻ്റെ ഒരു നമ്മളൊരു നറേറ്റീവ് ആർട്ട് എന്നുള്ളൊരു തലത്തിൽ ഇതിനെ കാണുമ്പോഴത്തേക്കും ഈ ഒരു പെർഫോമൻസിലൂടെ ഈ ഒരു കഥ പൂർണ്ണമായിട്ടും ജനങ്ങളിലേക്ക് സംവദിക്കുന്നുണ്ടോ ഈ കലാരൂപത്തിലൂടെ? തെയ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം കഥ മനസ്സിലാക്കുക എന്നതിനേക്കാൾ ഉപരി അത് നേറ്റീവ് പീപ്പിൾസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു അനുഷ്ഠാനമാണ്. ഈ പൊട്ടന്തി എന്ന് പറയുന്നത് എന്താ പറയാ നേർച്ച തെയ്യായിട്ടാണ് കഴിക്കുന്നത്. നേർച്ച എന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്നത് നേർച്ച തെയ്യായിട്ട് കഴിക്കുന്നതാണ്. അതായത് നമുക്ക് എന്തെങ്കിലും കാര്യം സാധിക്കാൻ വേണ്ടിയിട്ടോ അല്ലെ സാധിച്ചു കഴിഞ്ഞാലൊക്കെ ചെയ്യുന്ന ഒരു നേർച്ച തെയ്യാണ്. ഞാനിപ്പോൾ പൊട്ടൻ തെയ്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ മാത്രമല്ല ചോദിക്കുന്നത്, ഈ തെയ്യം എന്നൊരു കലാരൂപം അതിൻ്റെ ഒരു സംവദിക്കുന്നുണ്ടോ എന്നുള്ളത് അത് ദൈവമായിട്ട് കാണുന്ന ഒരു രീതി അല്ല. ഞാനതിനൊരു ഇപ്പോൾ ബിലീവേഴ്സിൻ്റെ ഇടയിൽ മാത്രമല്ല, അതൊരു പ്രാദേശികമായ ഘടകം മാത്രമാണ്. തെയ്യം എന്ന കലാരൂപത്തിൻ്റെ ഒരു റീച്ചബിലിറ്റിയെ പറ്റിയിട്ടാണ് ചോദിക്കുന്നത്. അതൊരു എത്രത്തോളം അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു തലത്തിലാണ് അതിൻ്റെ അതൊരു നറേറ്റീവ് ആർട്ട് എന്നുള്ള തലത്തിൽ. നാച്ചുറൽ കോൺടെസ്റ്റിലും തെയ്യം കണ്ടിട്ടുണ്ട്, ഔട്ട് ഓഫ് കോൺടെസ്റ്റിലൊക്കെ തെയ്യം കണ്ടിട്ടുണ്ട്. കുട്ടിയിലെ അങ്ങനെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിലൊക്കെ തെയ്യം. അതൊന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് തെയ്യം എന്ന് പറയുന്നത് വടക്കേ മലബാറിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ദൈവമാണ്. അവർ ദൈവത്തിനെ എങ്ങനെയാണ് കാണുന്നത്, ദൈവത്തിൻ്റെ മുന്നിൽ എങ്ങനെയാണ് ഒരു മനുഷ്യൻ നിൽക്കുന്നത്, അതേ രീതിയിലാണ് തെയ്യത്തെ കാണുന്നത്. പക്ഷെ നമ്മൾ കേരളം വിട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഉത്തര മലബാറിൻ്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ തെയ്യത്തിനെ കാണുന്ന രീതി വ്യത്യാസമുണ്ട്. അവരിപ്പം തെയ്യത്തിന് ഞങ്ങൾ ഊട്ടിയിൽ കണ്ട സമയത്ത് തെയ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ കൈയടിക്കുകയാണ് ചെയ്തത്. ഒരിക്കൽ നമ്മൾ അപ്പൊ അവിടെ സംബന്ധിച്ചിടത്തോളം തെയ്യം എന്ന് പറയുന്നത് എന്റർടൈൻമെന്റ് മാത്രമാണ്. ഈ എന്താ പറയുക കളർഫുൾ ആയ കോസ്റ്റ്യൂംസ് ഒക്കെ ഇട്ട് ഒരു സാധാരണ ഒരു പെർഫോമർ ചെയ്യുന്നത്. പക്ഷെ വടക്കേ മലബാറിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ തെയ്യത്തിന്റെ മുന്നിൽ അവർ നിൽക്കുന്നത് എന്താ വളരെ എളിമയോടെ. ഈ ഒരു തലം തന്നെയാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ റിസർച്ചുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്നൊരു ഘടകമുണ്ട്. നമ്മളൊക്കെ പറയുന്നൊരു കാര്യം, ഈ എല്ലാ കലകളുടെയും ഒരു ധർമ്മം ഈ രസോത്പാദനം എന്ന് പറയുന്നൊരു ഘടകമാണ്. അപ്പോൾ ഈ പ്രേക്ഷകരെ ടു ബി വൺ വിത്ത് ദി പെർഫോമൻസ്, അത് പല തിയേറ്റർ തിയറികളിലുമൊക്കെ വരുന്ന ഒരു ഘടകമാണ്. അതും ഈ സിനിമയിലേക്ക് സന്നിവേശിപ്പിക്കുക എന്നൊക്കെയുള്ള ഉദ്ദേശം കൂടെ നമുക്കുണ്ട്. അപ്പോൾ എനിക്കൊന്ന് ഈ ഒരു പാർട്ടിസിപ്പേറ്ററി വ്യൂവർഷിപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എനിക്കൊന്ന് ഭാവിയിലൊരു ഈ ടെക്നിക്കൽ മീഡിയങ്ങളുടെ എല്ലാം ഒരു പോക്കും ഈ പറയുന്ന ഒരു ഇൻ്ററാക്റ്റീവ് മീഡിയ എന്ന് പറയുന്ന ഒരു തലത്തിലേക്കൊക്കെയാണ് പോകുന്നത്. അപ്പം അത്തരം ടെക്നിക്കൽ കേപ്പബിലിറ്റിയേക്ക് സിനിമ പോലൊരു മാധ്യമത്തെ നമ്മൾ ഉയർത്തിക്കൊണ്ട് വരുമ്പോഴത്തേക്കും ഈ ഒരു പാർട്ടിസിപ്പേറ്ററി വ്യൂവർഷിപ്പ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റൊക്കെ ഇതുമായിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുക. അപ്പം അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഇത്തരം ഒരു കലകളിലേക്ക് ഞാൻ എത്തിച്ചേരാനൊരു കാരണം. തെയ്യം പറയുന്നത് അനുഷ്ഠാനം ആയതുകൊണ്ട് തന്നെ അതിൽ എന്റർടൈൻമെന്റ് എന്നുള്ളൊരു ഭാഗം അല്ല, എനിക്ക് തോന്നുന്നു ഈ പറയുന്നത് എന്റർടൈൻമെന്റ് ഉണ്ടാവും. പക്ഷെ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ പുറത്തുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് എന്റർടൈൻമെന്റ് ആണ്. പക്ഷെ ആ ഓൺ കമ്മ്യൂണിറ്റിനെ സംബന്ധിച്ചിടത്തോളം തെയ്യം ഒരിക്കലും എന്റർടൈൻമെന്റ് അല്ല, അതൊരു വിശ്വാസമാണ്. അല്ല, അത് പൂർണ്ണമായിട്ടും എനിക്ക് അതിനോട് യോജിക്കാൻ സാധിക്കുന്നില്ല. കാരണം ഈ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നതിൻ്റെ ഒരു നിർവചനം തന്നെ ഏതെങ്കിലും ഒരു തലത്തിൽ അത് ആസ്വാദനം സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ, ഈ ഒരു വിശ്വാസപരമായും അത് ഒരു ആസ്വാദനം സൃഷ്ടിക്കുന്നതുകൊണ്ടാണല്ലോ അതൊരു. അല്ല, ഞാൻ കലയെ നിർവചിക്കുന്ന ആ ഒരു തലത്തിലാണ്. അതൊരു നമ്മൾ എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള വാക്ക് തന്നെ എനിക്ക് വളരെ ഒരു തീർച്ചയായിട്ടും വ്യത്യാസമുണ്ട്. അല്ല, അത് തന്നെയാണ് പറയുന്നത്. ഈ ഒരു മാർജിനുകളുടെ ചില പ്രശ്നങ്ങളാണ് അവിടെ. ഈ എൻ്റർടൈൻമെൻ്റ് എന്ന് പറയുമ്പോൾ ആൾക്കാർ ഉദ്ദേശിക്കുന്ന ചിരിക്കുക എന്നൊക്കെ പറയുന്നൊരു ഘടകത്തിലേക്ക് ഇങ്ങനെ എൻ്റർടൈൻമെൻറ്റ് കോണർ ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ. അപ്പോൾ നമ്മൾ മറ്റ് തെയ്യം മാത്രമല്ല, ഇന്ത്യൻ കലകളെ നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ ക്ലാസിക്കൽ കലകളിലും ഒക്കെ ഒരു കാലഘട്ടം വരെ മറ്റ് നമ്മുടെ ഈ രാസലീല കൺസെപ്റ്റുകളിലൊക്കെ തന്നെ അതൊക്കെ അതിനകത്തുള്ള കലയ്ക്കൊപ്പം ദൈവികമായ ചില ഒരു ഇൻ്റർ കണക്ഷൻ അവിടെ ഈ കലയിലൂടെ ദൈവികമായ ഒരു തലത്തിലേക്ക് ഈ അനുവാചകരെ ഉദ്ധരിപ്പിക്കത്തക്ക രീതിയിലുള്ള ഒരു പ്രോസസ്സ് അതിനകത്ത് നടക്കുന്നുണ്ട്. അതൊന്നും നമ്മുടെ എല്ലാ ഭാരതീയ കലകളുടെയും ഒരു അൾട്ടിമേറ്റ് ഒരു എയിമായിട്ട് വരുന്നുണ്ട്.
എന്റർടൈൻമെന്റ് ഒരു വശവും എല്ലാ ഉണ്ട് കലകൾക്കും. തീർച്ചയായിട്ടും. കാരണം ഈ പൊട്ടൻ തെയ്യത്തിൽ തന്നെ അവസാനം പുലപ്പൊട്ടന്റെ ഒരു ഭാഗം ഭയങ്കര കോമഡി പറയുന്നതാണ്. അതായത് ഒരു ആക്ഷേപഹാസ്യം എന്നുള്ള രീതിയിലുള്ളൊരു അതാണ് പറയുന്നത്. അപ്പോൾ കലയെ നമുക്ക് അല്ലെങ്കിൽ എന്റർടൈൻമെന്റ് ആസ്വാദനം എന്ന് പറയുന്ന പ്രക്രിയ നമുക്ക് പൂർണ്ണമായിട്ട് നിരാകരിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ഫാക്ടർ അതിലുണ്ടായിരുന്നു. പക്ഷേ മോർ ഇമ്പോർട്ടന്റ് അതെ അനുഷ്ഠാനം തന്നെ അല്ല ഈ അനുഷ്ഠാനം ഇത് എനിക്ക് തോന്നുന്നത് നമ്മളൊരു ചരിത്ര പശ്ചാത്തലത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോഴാണ് ഈ അനുഷ്ഠാനങ്ങളും കലയും തമ്മിൽ വേർതിരിച്ചെടുക്കാൻ പറ്റാത്ത വിധം ഇണചേർന്ന് കിടക്കുന്ന ഒരു തലം എല്ലാ ഇന്ത്യൻ കലകളിലും നമുക്ക് പലപ്പോഴും കാണാൻ സാധിക്കുന്നത്. കാരണം ഇത് തന്നെ നമ്മൾ ക്ലാസിക്കൽ കലകൾ തന്നെ നോക്കുകയാണെങ്കിലും അവിടെ വിവരിക്കുന്ന ദൈവപരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ മിത്തുകളുമൊക്കെ ഒരു ഈശ്വര സങ്കല്പങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണല്ലോ. ഇപ്പോൾ കഥകളിയിൽ തന്നെ ആണെങ്കിലും ഒക്കെ നമ്മൾ അത്തരം അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു കൂടുതൽ ക്രൂഡ് ഫോമായിട്ട് തെയ്യത്തെ നമുക്ക് കാണാൻ സാധിക്കുമെന്നാണ് എനിക്ക് എൻ്റെ ഒരു അതെ അതിനെ പറ്റിയിട്ട് അതിൻ്റെ ഒരു കാരണം അത് നേരിട്ട് അനുഭവിച്ചിട്ടുള്ള ഒരാളെന്ന രീതിയിൽ അതിനെപ്പറ്റി അതായത് നമ്മുടെ ക്ലാസിക്കൽ കലകളെ സംബന്ധിച്ചിടത്തോളം പർട്ടിക്കുലർ സ്പേസ് ആവശ്യമില്ല, എവിടെ വേണമെങ്കിലും നമുക്കത് പെർഫോമൻസ് ചെയ്യാം. പക്ഷേ ഈ ഫോക്ക് പെർഫോമൻസ് എസ്പെഷ്യലി റിച്വൽ പെർഫോമൻസസ് ഒക്കെ ആകുമ്പോൾ നമുക്കത് കോണ്ടെക്സ്റ്റ് നിർബന്ധമാണ്. ആ കാവുകളുടെ മുന്നിൽ മാത്രമേ ആ ഡിവോട്ടീസിനെ സംബന്ധിച്ചിടത്തോളം കാവുകളുടെ മുന്നിൽ പെർഫോം ചെയ്യുന്ന തെയ്യാണ് ദൈവം. അപ്പം അതൊന്ന് കാവുന്ന പുറത്തേക്ക് വരുന്നതിന് അവർ അത്രത്തോളം ഇത്തരം ഒരു പരിപ്രേക്ഷത്തിൽ ഒതുങ്ങിക്കിടന്നത് കൊണ്ട് തന്നെ ഈ മലബാറിന്റെ 4 കോണുകൾക്കുള്ളിൽ അതിൽ നിന്നും ഈ തെയ്യത്തെ അല്ലെങ്കിൽ ഇതുപോലൊരു കലാരൂപത്തെ പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി ഞാൻ ഈ സംസാരിച്ച കാര്യം എൻ്റെ ഒരു സിനിമയിൽ ഈ തെയ്യം വരുന്നത് നമ്മൾ ഈ തെയ്യത്തിൻ്റെ കൺവെൻഷനായിട്ടൊരു സ്പേസ് കൺസെപ്റ്റ് ബ്രേക്ക് ചെയ്യുക എന്നുള്ള ഉദ്ദേശം കൂടിയുണ്ട്. സിനിമയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു റിയൽ സ്പേസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലോട്ട് ഈ തെയ്യത്തെ പറിച്ചിടങ്ങി ആ കഥ എവിടെ നടക്കുന്നുവോ അവിടെ നമുക്ക് ഈ തെയ്യത്തെ കൊണ്ട് പ്ലേസ് ചെയ്യും. അതൊക്കെ നമ്മുടെ ഒരു സിനിമ കൊണ്ട് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. അത് പൊട്ടനും ഈ നിങ്ങൾ പറഞ്ഞല്ലോ തെയ്യത്തിന് വിഷ്വലൈസ് ചെയ്യാൻ. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ അവർ അതിന് വേണ്ടി എന്താ പറയുക അവിടെ പോലും അവർ അനുഷ്ഠാനത്തിൻ്റെ എല്ലാ ചിട്ടവട്ടങ്ങളും ശരിപ്പെടുത്തിയിട്ട് അവരത് അഭിനയിച്ച് നമുക്ക് കാണിച്ചു തരും. അല്ലാതെ വെറുതെ നമുക്ക് വേണ്ടി നമ്മളെ മുന്നിൽ വേഷം കെട്ടി പ്രദർശനത്തിന് അങ്ങനെ ചെയ്യാൻ നമുക്കും താല്പര്യമില്ല. നമുക്ക് അതിൻ്റെ ഒരു ജെന്യൂനിറ്റി കളയാൻ താല്പര്യമില്ല. പക്ഷേ എൻ്റെ ഒരു ഉദ്ദേശം എന്താ വെച്ചാൽ ഈ പറയുന്ന ഒരു ടൈം ഈ സ്പേസിനകത്ത് ഒതുങ്ങി കാവിൻ്റെ ഒക്കെ ഒരു സ്പേസിൽ ഒതുങ്ങിക്കൂടി തെയ്യത്തിൻ്റെ ഒരു പ്രൊപ്പഗേഷനും അത് വളരെയധികം ബാധിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം അതൊരു കാരണം ഇതൊരു കാലഘട്ടത്തിന് അനുസൃതമായി ഈ കലാരൂപം തന്നെ അല്പം കൂടെ ഒന്ന് ലിബറേറ്റ് ചെയ്യപ്പെടേണ്ടതുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഈ സിനിമയുടെ ഒരു വലിയ എബിലിറ്റി എന്ന് പറയുന്നത് മാനിപ്പുലേഷൻ ഓഫ് ടൈം ആൻഡ് സ്പേസ് എന്ന് പറയുന്ന ഒരു കാര്യം തന്നെയാണല്ലോ. അപ്പോൾ ഈ കഥാപാത്രത്തിനെ നമ്മൾ ആ ഒരു സ്പേസ് കൺസെപ്റ്റിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ കഥ നടക്കുന്ന ഒരു സ്പേസ് കൺസെപ്റ്റിലോട്ട് പ്ലേസ് ചെയ്യും. അത് ആ സ്പേസ് സൃഷ്ടിക്കുന്ന ഒരു എൻ്റർടൈൻമെൻറ്റ് വാല്യൂ അതിനകത്ത് തീർച്ചയായിട്ടും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ സിനിമ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പൊട്ടൻ തെയ്യത്തിൻ്റെ മിത്തോളജിയിൽ പറഞ്ഞു വരുന്ന ആ സ്പേസിലേക്ക് ഈ കാവിൽ നിന്നുള്ള പെർഫോമൻസ് ആ സ്പേസിൽ നമുക്ക് കൊണ്ടുവരികയും അങ്ങനെ അപ്പോൾ തന്നെയാണ് ഈ സിനിമയുടേതായ ഒരു ടെക്നിക്കൽ കേപ്പബിലിറ്റിയും എന്നാൽ തെയ്യത്തിൻ്റെ പെർഫോമൻസ് നമ്മൾ ഒട്ടും ശോഷണം സംഭവിക്കില്ല. അവിടെ തെയ്യത്തിൻ്റെതായ രീതിയിൽ തന്നെ പെർഫോം ചെയ്യുകയും ചെയ്യുന്നു. അല്ലെങ്കിൽ ആ ഒരു പ്രോസസ് ഓഫ് ട്രാൻസെൻഡൻസ് സംഭവിക്കുകയൊക്കെ ചെയ്യുന്ന അത് എക്സ്പ്ലോയിറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഉദ്ദേശമായിട്ട് ഇതിനകത്ത് വരുന്നത്. അല്ല ഇനിയിപ്പോൾ നമുക്ക് തെയ്യങ്ങളുടെ ഒരു പൊതു സ്വഭാവത്തെ പറ്റിയും അല്ലെങ്കിൽ അത്തരം ചില ഘടകങ്ങൾ എല്ലാ തെയ്യങ്ങളും തന്നെ സമൂഹത്തോടുള്ളൊരു പ്രതിഷേധം എന്നുള്ള നിലയിലാണ് എടുത്തിരുന്നത്. പുതിയ കാലഘട്ടത്തിലെ KPSCയുടെ നാടക പ്രവർത്തനങ്ങളുമായിട്ടൊക്കെ നമുക്ക് കണക്ട് ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു അടിച്ചമർത്തപ്പെട്ട സമൂഹത്തിന്റെ വികാരങ്ങളാണ് തെയ്യങ്ങളോട് പുറത്തു വരുന്നത്. കണ്ണൂരിൽ തന്നെ നമുക്ക് ചിന്തിക്കുകയാണെങ്കിൽ ഈ CPMന്റെ ഒരു ഇതുമായിട്ടൊക്കെ അല്ലേ ഈ CPM ഒക്കെ ഇത്ര എന്താ പറയാ ശക്തിയാർജിക്കാൻ കാരണം ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും എന്തിനോടും പ്രതികരിക്കാനുള്ള ഒരു അടിച്ചമർത്തപ്പെട്ടവന്റെ ഒരു വികാരം കലയിലൂടെ പുറത്തു വരുന്നു എന്നൊക്കെ ഉള്ള കാര്യത്തിലുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്നത്തെ നമ്മുടെ ബ്ലോഗ് അവസാനിപ്പിക്കാൻ സമയം. Finish the blog at this point. Do follow our blog. Thank you.